അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, പ്രതി ചേർത്തേ പറ്റത്തുള്ളൂ. പിന്നെ ലൈനിൽ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ മൂന്നാമത്തെ ആളാണ് അദ്ദേഹം. ഇനി നിൽക്കുന്നത് 3 ദേവസ്വം മന്ത്രിമാരുണ്ട്, ഈ 3 പേരുടെ സമയത്ത് മന്ത്രിമാരായിരുന്നവർ. എന്തായാലും ഇവരുടെയൊക്കെ വായിൽ നിന്ന് കിട്ടുന്ന മൊഴി എന്താണെന്ന് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ 3 രാഷ്ട്രീയക്കാരുടെ ഭാവി. ഒരാൾ MLA ആണ്, ഒരാൾ മന്ത്രിയാണ്, ഒരാൾ MP ആണ്. അപ്പം പാർട്ടി പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടിയുടെ ഘടന അനുസരിച്ച് എന്ത് കാര്യം മുകൾ തട്ടിൽ അറിയുമല്ലോ. എല്ലാം അറിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, അവർക്കെല്ലാം അറിയാം. പക്ഷേ ഈ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴത്തേക്ക് പിണറായി വിജയന്റെ പോലീസ് പാർട്ടിയുടെ 3 MLA-മാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. ആ ഗതികേടിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 3-ാം തീയതി വരുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും വെളിയിൽ കാണരുത് എന്ന് തന്നെ, അവരെല്ലാവരും കോടതിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളം. അപ്പോൾ 3-ാം തീയതിക്ക് മുമ്പായിട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു ദേവസ്വം ബോർഡ് സെക്രട്ടറി, 3 MLA. ഈ ധൈര്യം എങ്ങനെ വന്നു? കാരണം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്, ഒന്ന് ശബരിമല, മറ്റൊന്ന് ഗുരുവായൂർ. ആ ശബരിമലയിൽ നിന്നും ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ, ഗൂഢാലോചന നടത്താൻ എവിടെ നിന്നാണ് പിന്തുണ ലഭിക്കുന്നത്? കാലാകാലങ്ങളായിട്ട് ഇത് ശബരിമലയിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിമല എന്നും തുടക്കം മുതൽ തന്നെ ഏത് ഗവൺമെൻറ് ഭരിച്ചു കഴിഞ്ഞാലും അവിടുത്തെ യൂണിയൻ നേതാക്കൾ മുഴുവൻ CPM-ന്റെ യൂണിയൻകാരാണ്. അവരറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ദേവസ്വം മന്ത്രി കോൺഗ്രസ്സുകാരനായിട്ട് കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ സമയത്ത്, മന്ത്രിയും ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ കോൺഗ്രസ് ആയിരിക്കുമ്പോഴത്തേക്കും ഉദ്യോഗസ്ഥ തലത്തിലും തന്ത്രി തലത്തിലും ഇവിടെ തുടർച്ചയായി